മക്കളും മരുമക്കളും കൊച്ചുമക്കളുമെല്ലാം കൊച്ചിയിൽ താമസിക്കുമ്പോൾ തനിച്ച് തിരുവനന്തപുരത്താണ് മല്ലിക സുകുമാരൻ കഴിയുന്നത്. മക്കളുടെ ഷൂട്ടിങ്ങുകൾക്കും മറ്റ് തിരക്കുകൾക്കുമൊപ്പം അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ 69-ാം വയസ്സിലും തനിച്ചു കഴിയുന്ന മല്ലികാമ്മയുടെ സന്തോഷം വല്ലപ്പോഴും പേരക്കുട്ടികൾക്കൊപ്പം കഴിയുന്ന നിമിഷങ്ങളാണ്. അഭിനയ ജീവിതവുമായി മുന്നോട്ടു പോകുന്ന മല്ലികാമ്മ ഇടവേളകൾ കിട്ടുമ്പോഴെല്ലാം മക്കൾക്കും കുടുംബത്തിനും അരികിലേക്ക് ഓടിയെത്തും. മക്കളും മരുമക്കളും ഒപ്പമില്ലെങ്കിലും കൊച്ചുമക്കളെ ഒപ്പം കിട്ടിയാൽ സ്വർഗം കിട്ടിയതിന് തുല്യമാണ് മല്ലികാമ്മയ്ക്ക്. അവർക്കൊപ്പമുള്ള ജീവിതം അത് ആസ്വദിച്ചു തന്നെ അറിയണമെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. മക്കളെ കാണാൻ പോകുമ്പോൾ അവർ ഷൂട്ടിങ്ങിലാണെങ്കിലും ഇപ്പോൾ വലിയ ദുഃഖം തോന്നാറില്ല. കാരണം ആ സമയങ്ങളെല്ലാം ആഘോഷമാക്കാൻ കൊച്ചുമക്കളുണ്ടാകും. എന്നാൽ ഇപ്പോൾ അവരും ബിസിയാണ്. അവരെ കാണാൻ ആശയോടെ ഓടിയെത്തുമ്പോൾ ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കാണ് സങ്കടം വരുന്നത്. ഇന്ദ്രജിത്തിൻ്റെയും പൂർണിമയുടെയും മൂത്ത മകൾ പാത്തു എന്ന പ്രാർത്ഥന കുറച്ചുകൂടി വലിയ കുട്ടിയായി. എന്നാൽ നക്ഷത്രയും അലങ്കൃതയും അവരുടെ വാചകമടി കേട്ടാൽ മതിയാകില്ല. എന്തൊക്കെ കേൾക്കണം. മല്ലികാമ്മ സന്തോഷം കൊണ്ട് നിറഞ്ഞ മനസ്സോടെ പറയുന്നത് ഇങ്ങനെയാണ്. ആലി അച്ചമ്മ എന്നാണ് വിളിക്കുന്നത്. പ്രാർത്ഥനയും നക്ഷത്രയും അമ്മൂമ്മ എന്നും. ഇന്ദ്രജിത്തും പൂർണിമയും പൃഥ്വിയും സുപ്രിയുമെല്ലാം അവരുടെ മക്കൾക്ക് അവർ തന്നെയാണ് പേരിട്ടത്. ഞാൻ അല്ല. ഇതാണ് പേരെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അഭിപ്രായവും പറഞ്ഞു. രാജു ഒക്കെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി വച്ചിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഇന്ദ്രനും പൂർണിമയും. അവരുടെ ആഗ്രഹം ഇതാണ് എന്ന് പറയുമ്പോൾ ഞാനും ഒപ്പം നിൽക്കും. മക്കളുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഞാൻ എതിരു നിൽക്കാറില്ല. അങ്ങനെ ഒരു അമ്മയല്ല ഞാൻ. വീടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെയാണ്. എന്നെ അതുപോലെ അവർ കരുതുന്നു എന്നുള്ളതാണ് സുകുവേട്ടൻ എന്നെ ഏൽപ്പിച്ച ഏറ്റവും വലിയ സന്തോഷവും സമ്മാനവും. സുകുവേട്ടന് സ്ക്രീനിൽ മാത്രമേ അഭിനയിക്കാൻ അറിയൂ. അത്രയും പച്ചയായ മനുഷ്യനാണ്. അല്ലാതെ അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല. പ്രേമരംഗം അഭിനയിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഷാജിയോട് ചോദിച്ചാൽ മതി. ആനീസ് കിച്ചണിൽ നടി ആനിക്ക് മുന്നിൽ എത്തിയപ്പോഴാണ് ഈ വിശേഷങ്ങളെല്ലാം മല്ലിക സുകുമാരൻ പങ്കുവച്ചത്. റൊമാൻറ്റിക് സീൻസൊക്കെ അഭിനയിക്കുമ്പോൾ സുകുമാരന് വലിയ പ്രയാസമായിരുന്നു. ഉള്ളത് ഉള്ള പോലെ പറയുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് ശത്രുക്കളും മിത്രങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് വലിയ വിഷയമായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അത് കേൾക്കുന്ന ആളുകൾക്ക് കുറച്ചു നേരത്തെ വിഷമം അല്ലെങ്കിൽ പിണക്കം മാത്രമേ കാണൂ. നുണയാണ് പറഞ്ഞത് എങ്കിൽ നമ്മൾ നുണ പറഞ്ഞു എന്നുള്ള ചിന്ത വരും. അത് ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടുമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.